ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എസ്തെറ്റിക് വാൾ പോസ്റ്റേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. ഇതിന് മുന്നേ ഞാൻ 4 പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കാണണേ. ഇത് പുതിയൊരു 4 പോസ്റ്റേഴ്സാണ് ഉണ്ടാക്കുന്നത് എസ്തെറ്റിക് ആയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പേപ്പർ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മൾ ഒരു 2 കളർ മിക്സ് ചെയ്ത് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. 4 വെറൈറ്റി ആയിട്ടോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാണ്. പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ടത് നമ്മൾ പിൻട്രസ്റ്റിൽ കാണുന്നതാണ്. പിൻട്രസ്റ്റിലുള്ള ഒരു ഐഡിയ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്ന കളറ് അത്ര ഡാർക്കല്ല. അത് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുകയാണ്. ഒറിജിനലി ശരിക്കും അത് ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ ഒരു കളർ ഷെയ്ഡാണ്. ഇതിൻ്റെ മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഗ്രിഡ് ആക്കിയിട്ട് വരച്ചു കൊടുക്കണം. നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ കുറേ ഗ്രിഡുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്നില്ല, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് തന്നെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചാനൽ ഇട്ടതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് മൂന്നാമത്തെയാണ്. മൂന്നാമത്തെ ഞാൻ 2 കളർ കോമ്പിനേഷനിലാണ് ഇങ്ങനെ ട്രൈ ചെയ്തത്. ഇതിലെല്ലാ കളേഴ്സും നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൽ നമുക്ക് ഏത് കളർ വെച്ച് വേണമെങ്കിലും എഴുതാം. ബ്ലാക്ക് യൂസ് ചെയ്യാം, ബ്ലൂ മാർക്കർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ പരക്കും, കാരണം ഇത് പെയിൻ്റ് ആണല്ലോ. അപ്പോൾ നല്ല രീതിക്ക് ഉണങ്ങണം. അപ്പോൾ ഇതാണ് നാലാമത്തെ. ഞാൻ വരയ്ക്കുന്നത് കാണിക്കുന്നില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. നടുവിലത്തെ കളറും ഏകദേശം അതിൽ തന്ന കളർ തന്നെയാണ്, ഒരു ക്രീം പോലത്തെ. അപ്പോൾ ഇതേപോലെ 4 എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതിലിങ്ങനെ കോട്ട്സ് എഴുതാണ്. പിൻട്രസ്റ്റ് എന്നുള്ള കോട്ട്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അത് മാർക്കർ വെച്ച് എഴുതിയിട്ട് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റായിട്ട് എഴുതിയിട്ട് പിന്നെ ഞാൻ ഡാർക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ കാലിഗ്രഫിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഞാൻ നോർമലായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇതേപോലെയാണ്. അപ്പോൾ 4 ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ചുമരിൽ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.